ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ അമ്മ പറഞ്ഞു കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഒരു ഐഡിയ വന്നു, ചിക്കൻ കൊണ്ടൊരു സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഇന്നൊരു ചിക്കൻ കൊണ്ടൊരു സ്പെഷ്യൽ ഡിഷാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സ്പെഷ്യലാണ്, കാരണം സാധാരണ ഉണ്ടാക്കുന്ന പോലെ ചിക്കൻ ഐറ്റം അല്ല. നമ്മളൊരു വെറൈറ്റി എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടറിയാം എന്താണ് വെറൈറ്റി എക്സ്പെരിമെൻ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചിക്കൻ ഇടാനുള്ള ചട്ടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളത് ആദ്യത്തെ എക്സ്പെരിമെൻ്റ് ആണ് ചിക്കൻ കൊണ്ട് ഇങ്ങനത്തെ ഒരു വെറൈറ്റി ഡിഷ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലോ ഫ്ലെയിമിലാണ് നമ്മൾ ചെയ്യുന്നത്, അധികം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചട്ടി എന്തായാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചട്ടി അത്യാവശ്യം ചൂടായിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് കുറച്ചൊന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഓൾറെഡി എണ്ണ ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വാഴയില വെച്ചു കൊടുക്കാം. നമ്മൾ വാഴയില ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി ഒരു വാഴയിലയും കൂടെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ മുകളിലേക്കും കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് അത്യാവശ്യം പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വാഴയിലേൻ്റെ മുകളിലേക്കും കുറച്ചും കൂടെ ഒന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഓൾറെഡി പരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആവശ്യത്തിനുള്ള കുറച്ച് ചിക്കൻ അതിലേക്ക് പരത്തി വെച്ച് നമ്മൾ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. നമ്മൾ കുറച്ച് പരത്തി വെച്ചൊരു 4 പീസ് ചിക്കൻ നമ്മൾ ഇതിലേക്ക് ഓൾറെഡി വാഴയിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മേജർ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇന്നത്തെ, അത് നമ്മുടെ തേങ്ങാപ്പാൽ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ പതുക്കെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ പതുക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കരിവേപ്പില നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടും കരിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ. നമ്മൾ ആവശ്യത്തിനുള്ള കരിവേപ്പില നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മതി. ഇനി നമുക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ ഓൾറെഡി മസാലയിൽ ഇടുമ്പോൾ നമ്മൾ അത്യാവശ്യം ഉപ്പിട്ട് കൊടുത്തതാണ്. എന്നാലും നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സോൾട്ട് അത്യാവശ്യത്തിന് ടേസ്റ്റിന് ഒന്നുകൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ സോൾട്ട് ഇട്ട് കഴിഞ്ഞു. നമ്മൾ കുറച്ച് എക്സ്ട്രാ കരിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്, അത്യാവശ്യം നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം സോൾട്ടും പിന്നെ കുരുമുളക്, വേണ്ടത്ര കുരുമുളകും ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നാലേ കറക്റ്റ് ആ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ, തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു വട്ടം തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞ് നമ്മൾ അത്യാവശ്യം വെച്ചിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം റെഡിയായി വരുന്നതാണ്. നമുക്ക് കുറച്ചൊന്ന് അടച്ചു വയ്ക്കാം. നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം, ഒന്ന് ജസ്റ്റ് ഒന്ന് ശരിയായി വരുന്നവരെ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ച് നോക്കാം. നല്ല അടിപൊളിയായിട്ട് വേവുന്നുണ്ട്. നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ആക്ച്വലി ഇത് തേങ്ങാപ്പാൽ നമ്മൾ അത്യാവശ്യം വറ്റി വരണം, ഒരു ഭാഗം ഒന്ന് വെന്ത് കിട്ടാൻ. നമുക്ക് എന്തായാലും അതിന് വെയിറ്റ് ചെയ്യാം. ചിക്കൻ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ടൈം എടുക്കുമായിരിക്കും. ഫിഷ് ആയിരുന്നെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു 4-5 മിനിറ്റിനുള്ളിൽ ഒരു ഭാഗം വെന്ത് കിട്ടിയത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് നമ്മുടെ തേങ്ങാപ്പാൽ അത്യാവശ്യം പറ്റിയിട്ടുണ്ട് ആയിന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഇനി മറ്റേ സൈഡിലേക്കൊന്ന് മറിച്ചിടാം. നമ്മളതിനെ ഒന്ന് മറച്ചിട്ട് കൊടുക്കുകയാണ്. ഒരു ഭാഗം അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ മറ്റൊരു ഭാഗം കൂടെ നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടണം. നമ്മൾ തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ച് കൊടുക്കണം. നമ്മൾ മറച്ചിട്ട് കഴിഞ്ഞു. അപ്പോൾ
ആ ഭാഗം കൂടെ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടണം. ഇനി നമുക്ക് ഒന്നുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില നമുക്ക് ഇഷ്ടം പോലെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം, കാരണം അത് നല്ലൊരു ഫ്ലേവർ കിട്ടും അതിട്ട് വരുന്നത്. ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ ഓൾറെഡി ആവശ്യത്തിന് ഉപ്പ് ആദ്യത്തെ ഇത് തന്നെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ വേണ്ട മാത്രം നമ്മൾ കുറച്ചൊന്ന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടിയാണ് ഇനി അടുത്തത്. അതും ജസ്റ്റ് ഒരു ഫ്ലേവറിന് നമ്മൾ ഓൾറെഡി നമ്മളെ മസാലയിലൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ജസ്റ്റ് ഒരു ഫ്ലേവറിന് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞു. ഇനി ഒന്നുകൂടെ നമ്മൾ നന്നായിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് ആ ഒരു സൈഡും കൂടെ നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടണം. എന്തായാലും ഇനി അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അടിപൊളി നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വേറൊന്നുമല്ല, നല്ല അസല് തേങ്ങാപ്പാലിൽ പൊള്ളിച്ചെടുത്ത ചിക്കൻ. ഇത് ആക്ച്വലി ചെയ്യേണ്ടത് മീനിലാണ്, പക്ഷെ നമുക്കിപ്പോൾ ഫിഷൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ ചിക്കൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ചിക്കൻ കൊണ്ടായാലും അത്യാവശ്യം നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ഇത് പുറത്തൊരു പ്ലേറ്റിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. ഇത് കഴിക്കാൻ റെഡി ആയിട്ട് നിൽക്കണം ഇവിടെ എല്ലാവരും. അപ്പോൾ ഷെഫ് പിള്ളൈ സാറിൻ്റെ സ്പെഷ്യൽ ഐറ്റമാണിത്, തേങ്ങാപ്പാലിൽ പൊള്ളിച്ച മീനില്ലാത്തതുകൊണ്ട് നമ്മൾ ചിക്കൻ വെച്ച് ട്രൈ ചെയ്തിരിക്കുകയാണ്. എന്തായാലും നമുക്കിനി ടേസ്റ്റ് ചെയ്തിട്ട് ഇതിനെക്കുറിച്ചുള്ള ബാക്കി വിവരം ഞാൻ പറയാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ചിക്കൻ സ്പെഷ്യൽ ഡിഷായിരുന്നു തേങ്ങാപ്പാലിൽ, പ്രത്യേകിച്ച് വാഴയിലയിൽ ചുട്ടെടുത്ത ചിക്കൻ. തേങ്ങാപ്പാൽ ഉപയോഗിച്ച് വാഴയിലയിൽ നമ്മൾ ചുട്ടെടുത്ത ചിക്കനായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഡിഷ് ഹൈലി സക്സസ്ഫുൾ ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ മാത്രം ഇതിനെക്കുറിച്ച് റിവ്യൂ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ തന്നെ കഴിച്ചിട്ട് ഞാൻ തന്നെ റിവ്യൂ പറയുന്നത് ശരിയാണോ, ഫ്ലൂക്കാണെന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ എന്തായാലും അമ്മേനോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അമ്മയുടെ ലൈവ് റിവ്യൂ നമുക്കൊന്ന് കേട്ട് നോക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒന്നും അറിയാത്ത ഒരാളാണ് ഇത് ചെയ്തു തുടങ്ങിയത്. ഇപ്പൊ കുക്കിങ്ങിൽ ബെസ്റ്റായി വരുന്നുണ്ട് എന്ന് തോന്നുന്നു. അപ്പൊ എല്ലാവരും അമ്മയുടെ ലൈവ് റിവ്യൂ കേട്ടല്ലോ. അപ്പൊ ഇന്നത്തെ എക്സ്പെരിമെന്റ് ഏതായാലും നല്ല സക്സസ്ഫുൾ ആണ്. പക്ഷെ ഈ എക്സ്പെരിമെന്റിന് എല്ലാ താങ്ക്സും ഞാൻ ഷെഫ് പിള്ളൈ സാറിനാണ് കൊടുക്കുന്നത്. ഷെഫ് പിള്ളൈ സാറിന്റെ റെസിപ്പി എന്നാണ് ഞാൻ ശരിക്കും ഇതൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പൊ ഇതുപോലത്തെ ഇനിയും നല്ല വെറൈറ്റി ഡിഷുകളും വ്ളോഗ്സുകളും എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ എൻ്റെ കണ്ടന്റ്സ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. നീ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഇതുവരെ എത്രയും പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ എൻ്റെ പുതിയ വ്ളോഗ്സ് അപ്ലോഡ് ആകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് എൻ്റെ പുതിയ വ്ളോഗ്സിൽ കാണാം അല്ലേ. അതുവരെയും സൈനിങ് ഓഫ്.